ചേച്ചി ഗംഗ എന്തോ അപകടത്തില്. ഉടനെ അവൾക്കരികിലെത്തണം. ചേച്ചി ഇതെന്താ സംഭവിക്കുന്നേ? എനിക്ക് ചലിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്നെ ആരോ ബന്ധിച്ചിരിക്കുന്നു. തൽക്കാലം അവളെന്നെ കാണണ്ട. അവളെ എവിടെയെങ്കിലും ലോക്ക് ചെയ്യണം. രാത്രിയായി കഴിഞ്ഞാൽ അവളെ കൊന്ന് കടലിൽ തള്ളണം. ഇന്ന് അവളുടെ ജീവിതത്തിലെ അവസാന ദിവസമായിരിക്കണം. മനസ്സിലായല്ലോ? ശരി സാർ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളാം, ഇല്ലെങ്കിൽ കൊന്നോളാം. ചെല്. ഗൗരി ചേച്ചി എന്താ എന്റെ വിളി കേൾക്കാത്തത്? എന്നെ സഹായിക്കാൻ ഈ സമയത്ത് ഗൗരി ചേച്ചിക്ക് മാത്രമേ സാധിക്കൂ. ശ്രീ മഹേശ്വര, എന്ത് പരീക്ഷണാണിത്? എനിക്ക് നിന്റെ അരികിലേക്ക് വരാൻ സാധിക്കുന്നില്ല. നിക്കടിയോടെ. എന്നെ രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ.
ആ പോവാം. അവള് വാ. എന്തായി? അവൾ താൽക്കാലികമായി ബന്ധനസ്ഥയായി. ഒരു നിശ്ചിത സമയത്തേക്ക് അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ബന്ധനം കൊണ്ട് മാത്രം കാര്യമില്ല. ഗൗരിയെ ഇവിടെ വരുത്തണം. എന്റെ മുമ്പിലാകുമ്പോൾ അവളെ എനിക്ക് കുറച്ച് സമയം കൂടി പിടിച്ചു നിർത്താനാവും. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്തോ? ദേ പോണവള് ആ ബിൽഡിങ്ങിലോട്ട് കയറി. കേറട്ടെ, അതിനകത്ത് വെച്ച് അവളെ തീർക്കാം. വാ പോവാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ആ ഗംഗ ഒടുങ്ങണം. അതിന് ഗൗരി ഒരിക്കലും ഗംഗയെ സഹായിക്കാൻ പാടില്ല. പക്ഷേ ഇവര് പറയുന്നത് കുറച്ച് സമയത്തേക്കെന്നല്ലേ? ഇവര് ഓരോ പ്രാവശ്യവും ഓരോരോ ഏലസും ചൂരലും മരപ്പാവയും ഒക്കെ തരും. പക്ഷെ ഇതൊന്നും ഏൽക്കുന്നില്ലല്ലോ. ഇനി ഇവർക്ക് അതിനുള്ള പരിപാടികൾ അറിയാത്തതുകൊണ്ടായിരിക്കോ? എന്തായാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ആ ഗുരുവുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി വിശ്വാസമായിരുന്നു. അവരാണെങ്കിൽ എവിടെയോ പോയി കിടക്കുന്നു. ഇവരെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? അതോ വെറും ഷോയേ ഉള്ളോ? വിശ്വാസം കൈവിടാൻ പാടില്ല. വിശ്വാസം ഉണ്ടെങ്കിലേ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ടാവും, വിജയം ഉണ്ടാവും.
എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, ആ ഡോർ ലോക്ക് ചെയ്യ്. അവിടെ കിടക്കട്ടെ. ഇവിടെ ഇതിനകത്ത് കിടക്കട്ടെ. എന്തിനാ അവളെ പൂട്ടിയിട്ടത്? ദാ ചാവി. അവൾ ഇതിനകത്ത് കിടന്ന് തീരട്ടെ. എന്താടാ? ഞാനിവിടെ വണ്ടിയുടെ അടുത്തുണ്ട്. സാറേ, അവള് ഫ്രീസർ റൂമിൽ കയറി. ഞങ്ങളത് പുറത്തുനിന്ന് അടച്ചു. ഗുഡ്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ശക്തമായ മന്ത്രങ്ങൾ കൊണ്ടാണ് ഗൗരിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നത്. എങ്കിലും അതിനപ്പുറം ശക്തി അവൾ ആർജിച്ചിരിക്കുന്നതിനാൽ അധിക നേരം മന്ത്രങ്ങൾക്ക് അവളെ പിടിച്ചു നിർത്താനാവില്ല. ഗൗരിയുടെ ആത്മാവ് രക്ഷപ്പെടും മുമ്പ് ഗംഗയുടെ കഥ കഴിച്ചിരിക്കണം. അതിനുവേണ്ട ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട് ഗൗരിയുടെ ആത്മാവിന്റെ പല ശക്തികളും ഇന്ന് അവൾക്ക് വീണ്ടെടുക്കാനാവില്ല. ഈ അവസരം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ശരി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇന്ന് തന്നെ ഗംഗയുടെ കഥ ഞങ്ങൾ തീർത്തിരിക്കും. ഇല്ല, ഓക്കെ അല്ലേ? എല്ലാം സെറ്റാണ് സാർ.
ഇതിലിനി ആർക്കും അധികം നേരം അതിജീവിക്കാൻ പറ്റില്ല. അവൾ ഇതിനകത്ത് അവസാനിച്ചു. നാത്തൂനെ, രാഹുലിന്റെ കോളൊന്നും വരുന്നില്ലല്ലോ. നോക്കാം, വെയിറ്റ് ചെയ്യാം. ശ്രേയെ ഒന്ന് വിളിച്ചേക്കാം. എന്തായി രാഹുൽ? എന്താവാൻ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗംഗ തണുത്ത് മരവിച്ച് മരവിച്ച് മരിക്കും. സത്യമാണോ പറയുന്നേ? ഇന്നത്തെ കൊണ്ട് ആ നാശം അങ്ങ് അവസാനിക്കോ? നീ ധൈര്യമായിട്ടിരിക്കും ശ്രേയ. അവൾ അകപ്പെട്ടിരിക്കുന്ന കോൾഡ് സ്റ്റോറേജിന് മുന്നിലാ ഞാൻ നിൽക്കുന്നത്. ഇനി ശവമായിട്ട് മാത്രമേ ഗംഗയ്ക്ക് അതിനകത്ത് നിന്ന് പുറത്തു വരാൻ സാധിക്കൂ. അത്രയ്ക്ക് തണുപ്പാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെയാ അവൾ അതിനകത്ത് കയറിയപ്പോ അതിൽ കയറി ഞങ്ങൾ അവളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്. എന്റെ സന്തോഷം എനിക്ക് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയില്ല. ആ നാശം മരവിച്ചങ്ങ് മരിക്കട്ടെ. ആ വാർത്ത കേൾക്കുന്ന സമയമാവും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം. എങ്കിൽ ആ വാർത്ത കേൾക്കാൻ തയ്യാറായിരുന്നു. രാഹുൽ, പോരുന്നതിന് മുമ്പ് അമ്മ നിന്നെ ഏൽപ്പിച്ച ചരട് അവള് കയറിയ കോൾഡ് സ്റ്റോറേജിന്റെ വാതിലിൽ കെട്ടണം. ദാ മോനെ, ഇത് കയ്യിൽ വെച്ചോ. സൂക്ഷിക്കണം, ഗൗരിക്ക് ശക്തി കൂടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ സൂക്ഷിച്ചോളാമേ. ഇത്തവണ ഗംഗ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അല്ല, ഇതെന്തിനാ? ഒരു വിധത്തിലും ആ ഗംഗ രക്ഷപ്പെടാൻ പാടില്ല. ആ ചരട് കെട്ടിയാ പിന്നെ ഗൗരിക്കും ഗംഗയെ രക്ഷിക്കാൻ സാധിക്കില്ല. അത് ശരിയാ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഫോൺ കട്ട് ചെയ്യണ്ട, ഇപ്പൊ തന്നെ കെട്ടിയേക്കാം. വേഗം വേഗം ചെയ്യ് രാഹുൽ. അതെ, നീ പറഞ്ഞതുപോലെ ഡോറിൽ കെട്ടിയിട്ടുണ്ട്. അത് മതി. ഇനി ആർക്കും അവളെ സഹായിക്കാൻ സാധിക്കില്ല. ഇതോടെ ഗംഗ എന്ന് പറയുന്ന അധ്യായം അവസാനിക്കും. എന്റെ ജീവിതത്തിന് കുറുകെ വന്ന് എന്റെ സ്വപ്നങ്ങൾ തട്ടിയെടുത്തവള് ഇന്ന് മുതൽ വേറെ ഒരു ഓർമ്മ. അതെ, ഇന്ന് നമുക്ക് ആഘോഷത്തിന്റെ ദിവസമാണ്. ഗംഗ എന്ന പൊതുശത്രു എന്നേക്കുമായി കൈലാസത്തിൽ നിന്ന് പോയിരിക്കുന്നു. ഈ സന്തോഷം ഞാൻ പോയി അമ്മ ആന്റി അറിയിക്കാം. രാഹുൽ ഇനി അധികം നേരം അവിടെ നിൽക്കണ്ട, വേഗം അവിടെ നിന്ന് പോകാൻ നോക്ക്. ശരി. ആഹാ, മോള് നേരത്തെ എത്തിയോ? ആഹാ, മോള് നേരത്തെ എത്തിയോ? ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് ബസ്സിലെ ആന്റിയെ കൊണ്ടുവന്ന് വിട്ടത്. ആ, അത് നന്നായി. മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ഗംഗ എവിടെ? ഗംഗ വിളിച്ചിട്ടെന്താ വരാത്തത്? ഗംഗേ, ഗംഗേ, ഫ്രീക്കയും കാണാനില്ലല്ലോ.
അയ്യോ, ആരെങ്കിലും ഒന്ന് തുറക്കോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഈ ഡോറിന്ന് തുറക്ക് പ്ലീസ്.